നമസ്കാരം. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഇന്ന് നവരാത്രിയുടെ രണ്ടാമത്തെ രാത്രിയാണ്, ദ്വിതീയ. ഇന്ന് നമ്മളെല്ലാവരും ഭജിക്കുന്നത് ദേവി ബ്രഹ്മചാരിണിയാണ്. ഭഗവാൻ പരമശിവനെ ഭർത്താവായി ലഭിക്കുന്നതിന് നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പാർവതീദേവി തപസ് അനുഷ്ഠിച്ചതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കഠിന തപസ് കണ്ട് അത് സംപ്രീതനായ ഭഗവാൻ പരമശിവനാണ് പാർവതീദേവിയെ ബ്രഹ്മചാരിണി ദേവി എന്ന് വിളിച്ചത്. ഒരു കയ്യിൽ രുദ്രാക്ഷമാലയും മറുകൈയിൽ കമണ്ടലു, അതായത് വെള്ളം നിറയ്ക്കുന്ന ഒരു തരം പാത്രമാണ് കമണ്ടലു. അതൊരു ഫ്രൂട്ടിൻ്റെ, ഒരു പഴത്തിൻ്റെ തോടാണ്. ആ ഒരു കമണ്ടലു കയ്യിലേന്തിയിട്ടാണ് ബ്രഹ്മചാരിണി ദേവിയെ നമുക്ക് കാണാൻ പറ്റുക. ബ്രഹ്മചാരിണി ദേവി എന്ന് പറയുന്നത് അറിവിനെയും ബുദ്ധിയെയും കഠിന പ്രയത്നത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ നിറം പച്ചയാണ് എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീൻ കളർ. പച്ച നിറം എന്ന് പറയുന്നത് ഐക്യത്തെയും പിന്നെ പുതിയ തുടക്കങ്ങളെയും സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതിലൂടെ ഒരു ഹാർമണിയിൽ നമുക്ക് എല്ലാവരുമായി ഐക്യത്തോടെ പുതിയ തുടക്കങ്ങളൊക്കെ കുറിച്ച് സമൃദ്ധിയായി ജീവിക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. നവരാത്രിയുടെ 3-ാം ദിനമായ നാളെ നമ്മൾ ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ നിറം ചാരനിറമാണ്, ഗ്രേ. നാളെ നമ്മൾ ദേവിയുടെ ഏത് ഭാവത്തെയാണ് ആരാധിക്കുന്നത് എന്നും ചാരനിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതിലൂടെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നും അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. നമസ്കാരം.